എൻ്റെ ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഞാൻ കുറേ മലയാളത്തിലിങ്ങനെ ഇറങ്ങി സെഞ്ചിരിക്കാൻ. പക്ഷെ ഇപ്പോൾ സാർ അടുത്തിരിക്കുമ്പോൾ കുറച്ച് നെർവസാണ് എനിക്ക്. അതുകൊണ്ട് ഐ ട്രൈ ആൻഡ് ഗെറ്റ് ഓവർ ദ നെർവസ്നെസ്. സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്ര പരിചയമുള്ള ആളല്ല. ഞാൻ ഡാൻസൊന്നും പഠിച്ചിട്ടില്ല, മറ്റേ കലാമണ്ഡലത്തിലൊന്നും പോയിട്ടില്ല. ഞാൻ ഈ പ്രോപ്പറായിട്ട് ആക്ടിങ് വരുന്ന മുമ്പ് ഞാൻ ചെറിയൊരു എന്തെങ്കിലും ഒരു ഹീറോയുടെ പിന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യും. അതൊരു സെലിബ്രേഷനായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പടത്തിൽ നോക്കിയാൽ സാർ ഇങ്ങനെ ഒരു സ്ലോ മോഷൻ ഷോട്ടിൽ നടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ കാർഡ് അവിടെ വേണമെന്ന് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടതാണ്. അതാണ് എൻ്റെ സെലിബ്രേഷൻ മൊമെൻറ്റ്. ദാറ്റ് മമ്മൂട്ടി സാർ ഇസ് വാക്കിംഗ് ഇൻ ടു മൈ ലൈഫ്. ഒരു 100-100 പേരൊക്കെ ഇടിച്ച് വീഴ്ത്തുന്ന നായകന്മാരുണ്ടല്ലോ നമ്മുടെ ഇവിടെ. ഞാനും ചെയ്തിട്ടുണ്ടില്ലെന്നില്ല. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചുകൂടി റൂട്ടഡ് ആകാൻ വേണ്ടിയാണ് കഥാപാത്രം അങ്ങനെ പറഞ്ഞത്. സാറ് പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം, കുറച്ചുകൂടെ സ്വാഗ് ഉണ്ടാക്കാം. അത് വേണ്ടല്ലോ, നമ്മൾ സ്വാഗ് ഒരുപാട് കണ്ടതല്ലേ. അത് ആ സിനിമയുടെ കഥയിൽ, സത്യസന്ധമായ കഥയിൽ ഞാനുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ ആ സിനിമ ആവില്ല. ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്നതൊക്കെ എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ്. ഗോകുലിന് ആദ്യം നമ്മളിപ്പോൾ ഒരു അവൻ്റെ ഫാദറിൻ്റെ കൊളീഗാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിലി റെസ്പെക്റ്റ് ഉണ്ടാവും എന്നോട്. അത് സിനിമയെ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. ഇവൻ സെറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ സാർ കാണുമ്പോൾ എഴുന്നേക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. നമസ്കാരം. സാധാരണ സിനിമ തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മുടെ ഒരു പത്രസമ്മേളനം നടത്താറ്. തവണ എനിക്ക് ചെറിയ പനി, ചെറിയല്ല ഇത്ര വലിയ പനി വന്നുകൊണ്ടാണ് നമുക്ക് നടത്താൻ പറ്റാതെ പോയത്. ഇപ്പോഴും പനി വിട്ട് മാറിയിട്ടില്ല. എന്നാലും ഈ ചൂടോടെ നിങ്ങളെ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. സിനിമ ഏതായാലും കുറച്ച് പേരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സിനിമയെപ്പറ്റി നമ്മൾ ഒരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവരൊക്കെ ഓരോരുത്തരായി പലരും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഞാൻ മാത്രമാണ്. പക്ഷേ എന്നെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യേണ്ട. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഇവരോട് ചോദിക്കാം. ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല. സിനിമ കണ്ടതിന് ശേഷം ഇനി പ്രത്യേകിച്ച് സിനിമയെപ്പറ്റി ചോദിക്കേണ്ട, സിനിമയെ കാണാത്തവർക്ക് സ്പോയിലർ ആകാത്ത തലത്തിലുള്ള ചോദ്യങ്ങളും മറുപടിയും ആകുന്നതാണ് നല്ലത്. ഞങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അത് അങ്ങനെ മുന്നോട്ട് പോകാനാണ് നമ്മുടെയും ആഗ്രഹം. ഞങ്ങളും അതിനോട് സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സംവിധായകൻ ഒരിക്കൽ കൂടി സംസാരിക്കും. Good evening. I'm very happy to be here. എൻ്റെ ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഞാൻ കുറേ മലയാളത്തിലിങ്ങനെ ഇറങ്ങി സെഞ്ചിരിക്കാൻ. പക്ഷെ ഇപ്പോൾ സാർ അടുത്തിരിക്കുമ്പോൾ കുറച്ച് നെർവസാണ് എനിക്ക്. അതുകൊണ്ട് ഐ ട്രൈ ആൻഡ് ഗെറ്റ് ഓവർ ദ നെർവസ്നെസ്. Today I'm very happy to be here for sure, sharing this space with sir. ഞാൻ ഈ ഒരു ഓൾമോസ്റ്റ് ഒരു 8 to 9 months മുമ്പ് ഞാൻ ഈ കഥ ഡോക്ടർ നീരജിനെ എന്ന് കേട്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കിതൊരു ഇതിപ്പോൾ ഇതാണ് ട്രെൻഡ്. പക്ഷേ ഇതൊരു സീക്വൽ അങ്ങനെ ഒരു ഐഡിയ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് എനിക്കൊരു സീരീസ് ഓഫ് ഫിലിംസ്, ഒരു സീരീസ് ഓഫ് സ്റ്റോറീസ് ഓൺ ദിസ് ഡൊമിനിക്, ഈ ക്യാരക്ടർ ട്രാവൽ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. ആൻഡ് ദെൻ എനിക്ക് ഡോക്ടർ നീരജ് ഫസ്റ്റ് ഈ കഥ പറയുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് മമ്മൂട്ടി സാറിൻ്റെ അടുത്ത് ഇത് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് നടക്കാൻ ഒരു 3 months ആയി. സാറിൻ്റെ അടുത്ത് ഇത് ഫസ്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് സാർ പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ ടു മെനി ഫിലിംസ് അതർ ഇൻ കേരള വേണമെന്ന് ചോദിച്ചു. ദെൻ ഐ സെഡ് സർ ലിസൺ ടു ദ സ്റ്റോറി, ഐ എം ഷുവർ യു ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ സർ ഹേർഡ് ദ സ്റ്റോറി ആൻഡ് he immediately said we will start shoot in 10 days. ആൻഡ് ഇതൊരു 6 months ഉള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്തൊരു പ്രോജക്റ്റാണ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ഹാവ് directed sir and in a film that's produced by him. And I had the support of a great story by Dr. Neeraj and this wonderful team and cast that's sitting next to me. We sir and I know most of the suggestions about casting, and I completely went with his call. Beautiful call it was to cast
Sushmita as Nandita, Meenakshi as Pooja, and Vineet sir in the character that he played as Prakash, and almost every other actor who played the character in the film. It was my call to bring Vishnu on board, and sir immediately said yes. And Darboka Shiva did the music, and Anthony did the editing. And I don't mean any lesser than what I'm trying to say, but I'm extremely happy to be here today and with the response that this film is getting. Hello everyone. Sir Sonamadri, idoru periya blessing to be here today in front of all of you to speak this way. And ஒரு பெரிய ரெஸ்பான்சிபிலிட்டி கொடுத்தாங்க சார் எனக்கு அவங்க ஓகே சொல்லி என்ன காஸ்ட் பண்ணதுக்கப்புறம் ஐ ஹோப் ஐவ் லிவ்ட் அப் டு இட் எல்லோரும் பார்த்து உங்களோட ஃபீட்பேக் என்னென்னு சொல்லுங்கள். ஸோ மோர் தென் எனி திங் ஐம் எக்ஸ்ட்ரீம்லி ஹாப்பி டு பி ஹியர். ஐம் எக்ஸ்ட்ரீம்லி ஹாப்பி டு பி அ பார்ட் ஆஃப் திஸ் ப்ராஜெக்ட் வித் சச் வண்டர்ஃபுல் பீப்புள். தேங்க்யூ. എല്ലാവർക്കും നമസ്കാരം. പടം ഞാൻ ഇന്നാണ് കണ്ടതിന് ശേഷം പ്രേക്ഷകരെ പോലെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഐ തിങ്ക് ഒരു അഡോറബിൾ മമ്മൂക്കനെ നമുക്ക് ഈ പടത്തിലൂടെ കിട്ടി. ആൻഡ് ഭയങ്കര ഒരു പ്ലഷറബിൾ ജേർണി ആയിരുന്നു വാച്ചിങ് മമ്മൂക്ക ആസ് ഡൊമിനിക്. അതിൻ്റെ ഗ്ലിംസസ് അദ്ദേഹത്തിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പം ഞാനിങ്ങനെ സെൻസ് ചെയ്തു. സോ ഐ കുഡ് എസ്പെഷ്യലി ദർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് ഇൻ ദ ഫിലിം. അപ്പം മമ്മൂക്ക ആ റെൻഡിഷനും മമ്മൂക്ക അത് പെർഫോം ചെയ്യുന്നത് വളരെ അത്ഭുതത്തോടെ ഞാനിങ്ങനെ നോക്കിക്കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ ടു ഡൊമിനിക്. തീർച്ചയായിട്ടും ആ മാജിക് പ്രേക്ഷകർ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ ഗൗതം സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ കഴിയും. അദ്ദേഹം ഇസ് എ ഗ്രേറ്റ് ക്രാഫ്റ്റ്സ്മാൻ. ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെ വെരി വെരി വെൽ നോൺ ഡയറക്ടർ. ഓൾ ഹിസ് ഫിലിംസ് ആൻഡ് ആൻ അമേസിങ് ഫാൻ ഫോളോയിങ് കേരളത്തിലും. സോ അങ്ങനെ ഒരു ഡയറക്ടർ മമ്മൂക്ക കോമ്പിനേഷനിൽ അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളത് ഒരു ഗ്രേറ്റ് ഓണർ ആൻഡ് പ്രിവിലേജ്. താങ്ക് യു സർ ഫോർ ദാറ്റ്. തീർച്ചയായിട്ടും പടം പോയി കാണണം. കാരണം ഇതിൽ ഒരുപാട് മെമ്മറബിൾ മൊമെൻറ്റ്സ് ഉണ്ട്. നമുക്കൊന്നും ഇതിൻ്റെ സ്റ്റോറി ലൈനിനെ കുറിച്ചോ കഥാപാത്രങ്ങളെ കുറിച്ചോ വി കനോട്ട് ഡിസ്കസ് ബിക്കോസ് കാണാത്തവർക്ക് അതൊരു സ്പോയിലറാവും. അതുകൊണ്ട് എക്സ്ട്രീംലി താങ്ക്ഫുൾ ടു ദ ടീം മമ്മൂട്ടി കമ്പനി, മമ്മൂക്ക, Gautam sir and the whole team of technicians for making me a part of this. Thank you. It's a dream come true moment for me because having ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ഒരു വട്ടം പോലും മമ്മൂക്കായിട്ട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. അത് ഈ സിനിമയിലൂടെ കിട്ടി. അതും ഒരു ഗൗതം മേനോൻ ഫിലിമിലൂടെ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം, ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. ആൻഡ് താങ്ക്സ് മമ്മൂക്ക, മമ്മൂട്ടി കമ്പനി ആൻഡ് ഗൗതം മേനോൻ ഫോർ കൺസിഡറിങ് മീ ഫോർ ദിസ് സ്മോൾ റോൾ. ഇറ്റ്സ് ഗ്രേറ്റ് റിവ്യൂസ്. എല്ലാ ഓൺലൈൻ മീഡിയയിലും ഗ്രേറ്റ് റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് നോട്ട് പേഴ്സണലി സീൻ ദ ഫിലിം. ഞാൻ ഇന്നലെ രാത്രിയിലാണ് എത്തിയത്. ഇന്ന് വൈകുന്നേരം കാണും. സോ ഐ എം വെരി എക്സൈറ്റഡ് ടു ഗോ ആൻഡ് വാച്ച് ഇറ്റ്. ആൻഡ് താങ്ക് യു എവരി വൺ. താങ്ക് യു സർ. ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് ഗൗതം സാറിനോട് പറയുമ്പോൾ ഒരിക്കലും ഇത്ര പെട്ടെന്ന് മമ്മൂക്കയുടെ അടുത്ത് എത്താൻ സാധിക്കുമെന്നോ ആ ചിത്രം ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങിയും ഇപ്പം നല്ല റിവ്യൂസ് വരുന്ന കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഒരു കോവിഡ് ടൈമിലാണ് നീരജാദ്യമായിട്ട് ഈ ഒരു വൺ ലൈൻ പറയുന്നത്. അപ്പോൾ അവിടുന്ന് ആ ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗൗതം സാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഗൗതം സാർ ഒരു ആക്ഷൻ അങ്ങനത്തെ ഒരു ഇതായിരിക്കും, കുറച്ചൊരു ഫൺ മൂഡുള്ളൊരു ഫിലിം ഗൗതം സാറിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഗൗതം സാർ അത് അക്സെപ്റ്റ് ചെയ്തു. അവിടുന്ന് ഒരിക്കലും മമ്മൂക്ക പോലൊരു ആക്ടറെ മനസ്സിൽ കണ്ടിട്ട് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ആ ഒരു സ്കെയിലിലേക്ക് അതിനെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഗൗതം സാറിൻ്റെ അടുത്തും ചോദിച്ചത് മമ്മൂക്ക ഇതിനകത്തേക്ക് വന്നാൽ നമ്മൾ ഈ സ്റ്റോറിയിൽ ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ ഒരുപാട് ചേഞ്ച് വരുത്തേണ്ടി വരില്ല എന്നായിരുന്നു. അപ്പോൾ അന്ന് ഗൗതം സാർ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അതേപോലെ തന്നെ സാറിൻ്റെ അടുത്ത് നമുക്ക് പറയാം, അതിനകത്ത് നാച്ചുറലായിട്ടുള്ള സാധനം പറഞ്ഞാൽ മതി എന്നാണ്. അപ്പം മമ്മൂക്കയുടെ അടുത്ത് ആ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഞങ്ങൾക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. സാറ് ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് കാണുന്നത്, ഇതിനകത്ത് എന്തുമാത്രം ചേഞ്ചസ് ആയിരിക്കും മമ്മൂക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ
മമ്മൂക്ക ആദ്യമേ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങളെന്താണോ ഓർഗാനിക്കായിട്ട് ആ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് അത് മാത്രം എനിക്ക് മതി, എനിക്കായിട്ടൊരു ചേഞ്ച് നിങ്ങൾ അതിനെ ആ സിനിമയിൽ വരുത്തി അതിനൊരു ഇതുണ്ടാക്കണ്ട എന്നുള്ളതാണ് പറഞ്ഞത്. അത് ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് തന്നത്. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു അസോസിയേഷൻ്റെ പാർട്ടാവാൻ. ഞാൻ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്നതും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ആക്ടറാണ്, ഒരു പേഴ്സണാണ് മമ്മൂക്ക. അപ്പോൾ മമ്മൂക്കയുടെ കൂടെ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസിൽ വരുന്ന ഡൊമിനിക് എന്ന് പറയുന്ന ഫിലിമിൻ്റെ ഒരു പാർട്ടാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓൾസോ ഗൗതം സാറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു വലിയൊരു പ്രോജക്റ്റിന് ഇന്നലെ തൊട്ട് നല്ല റിവ്യൂസാണ് നമ്മളെല്ലാവരും കേൾക്കുന്നത്. അപ്പോൾ ഭയങ്കര വലിയ സന്തോഷമാണ് ഈ ഒരു മൂവിയുടെ പാർട്ടാവാൻ സാധിച്ചതിൽ. സോ താങ്ക് യു മമ്മൂക്ക, താങ്ക് യു ഗൗതം സർ, താങ്ക് യു മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ. സോ താങ്ക് യു. ഹലോ എവറിബഡി. എൻ്റെ ആദ്യത്തെ സിനിമയാണ് അത്. ഗൗതം സാറിൻ്റെയും മമ്മൂട്ടി സാറിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഈ സ്റ്റേജും ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. നമസ്കാരം. മമ്മൂക്ക എവിടെയാണ്? ഇവിടെ ഉണ്ട്. ആദ്യം വളരെയധികം സന്തോഷം. 2025 സൂപ്പർ സിനിമ എന്ന മമ്മൂട്ടി കമ്പനിക്കും ഈ ടീമിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. സന്തോഷം. മമ്മൂക്ക ഡൊമിനിക് എന്നൊരു സിനിമ ഇന്നലെ കണ്ടിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ആദ്യം ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ എന്നോട് ഗൗതം സാറിൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞു, മമ്മൂക്ക പറഞ്ഞത് ഇതെങ്ങനെയാണ്, ഞാൻ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്, ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് ഇത്, ഈ സിനിമ എങ്ങനെ പോകുമെന്നൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് മമ്മൂക്കായ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ട് ഡാൻസ് വരെ സ്റ്റെപ്പ് വെപ്പിച്ചുകൊണ്ട് മമ്മൂക്കായ നമുക്ക് വീണ്ടും തിരിച്ചു തന്ന പോലെ തോന്നുകയാണ്. മമ്മൂക്ക എങ്ങനെയാണ് ഈ സിനിമ കണ്ടതിന് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു, കുറേ റിവ്യൂ കണ്ടിരുന്നു. മമ്മൂക്ക എങ്ങനെയാണ് ഇപ്പോൾ പ്രേക്ഷകരോട് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ഞാൻ പ്രത്യേകിച്ച് അവരോടൊരു അഭിപ്രായം പറയാനൊക്കില്ല. അവരുടെ അഭിപ്രായങ്ങളല്ല, അവർക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറേ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവാം, കുറച്ചുകൂടി ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം, കുറച്ചുകൂടെ നന്നാക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെ പല ആൾക്കാരുണ്ടാവും. അവരുടെ അടുത്ത് ഇപ്പം ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല, അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോ കോൾഡ് ഹീറോ ക്യാരക്ടറല്ല നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത് ഇയാൾ റിട്ടയർഡ് ഒരു പോലീസ് ഓഫീസറാണ്. റിട്ടയർഡല്ല, എന്താ പറയുക, പിരിച്ചുവിടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അയാളുടെ ഫാമിലി, അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ്, അയാളൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ ഈ ഫൈറ്റും കുസ്തിയൊക്കെ നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയരുത്. ഇന്ന് എല്ലാ കഥാപാത്രങ്ങളും കുസ്തിക്കാരല്ലല്ലോ. ഇതിനകത്ത് ഡൊമിനിക് അങ്ങനെ ഒരു വലിയ കുസ്തിക്കാരനൊന്നുമല്ല. അയാളെ തൽക്കാലത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ പടത്തിലെ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 10-100 പേരൊക്കെ ഇടിച്ച് വീഴ്ത്തുന്ന നായകന്മാരുണ്ടല്ലോ നമ്മുടെ ഇവിടെ. ഞാനും ചെയ്തിട്ടുണ്ടില്ലെന്നില്ല. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചുകൂടി റൂട്ടഡ് ആകാൻ വേണ്ടിയാണ് കഥാപാത്രം അങ്ങനെ പറഞ്ഞത്. സാറ് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം, കുറച്ചുകൂടെ സ്വാഗ് ഉണ്ടാക്കാം. അത് വേണ്ടല്ലോ, നമ്മൾ സ്വാഗ് ഒരുപാട് കണ്ടതല്ലേ. അപ്പോൾ അത് ഒരു വ്യത്യസ്തമായ കഥാപാത്രം ആയിക്കോട്ടെ, ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ, സാധാരണ മനുഷ്യനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടായത്. അപ്പോൾ അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മളെ സിനിമ പ്രേക്ഷകൻ്റെ സിനിമാബോധങ്ങളുടെ വളർച്ചയാണത് കാണിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ നായകനായി കാണാനും അങ്ങനെയുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനുകളും അങ്ങനെയുള്ള ആശയങ്ങളും ഉൾക്കൊള്ളാൻ അവർക്കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. വെൽക്കം. അതോടൊപ്പം തന്നെയാണ് ഈ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്ന മമ്മൂക്കാനോട് ഡാൻസ് സ്റ്റെപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഡാൻസ് പൊതുവെ മമ്മൂക്ക ചെയ്യില്ല എന്നാണ് ഗൗതം സാർ എന്നോട് പറയുന്നത് ഇൻ്റർവ്യൂ. പക്ഷെ അത് ചെയ്യാം, പക്ഷെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ടെന്നാണ് നമുക്കൊന്ന്. ചെറിയ സ്റ്റെപ്പുകളാണെങ്കിലും പ്രേക്ഷകരുടെ കയ്യിൽ നല്ലൊരു കയ്യടി മേടിച്ച സ്റ്റെപ്പുകളായിരുന്നു. അതെങ്ങനെയായിരുന്നു ഗൗതം സാർ പറഞ്ഞപ്പോൾ സാർ അത് ആദ്യം വേണ്ട എന്ന് പറയുന്നു, മമ്മൂക്ക ആദ്യം വേണ്ട എന്ന് പറയും, പിന്നീട് അതിലേക്ക് മമ്മൂക്ക ഇൻവോൾവ് ആകുകയാണ് ചെയ്തത്? സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്ര പരിചയമുള്ള ആളല്ല. ഞാൻ ഡാൻസൊന്നും പഠിച്ചിട്ടില്ല, മറ്റേ കലാമണ്ഡലത്തിലൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് പൊതുവെ മടിയാണ്. പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു. പിന്നെ എന്തോ ആവട്ടെ, അന്ന് പെട്ടുപോയില്ല എന്ന് വിചാരിച്ച് അങ്ങ് ചെയ്തു പോയതാണ്. അത് വളരെ അതിൻ്റെ 3 ഇരട്ടി ഉണ്ടായിരുന്നു. ഞാനതിന് ഇറങ്ങി പുറകോട്ട് വന്നതാണ്. ഡാൻസ് മാസ്റ്ററൊക്കെ കാലും കൈയും പിടിച്ച്
അതിപ്പോൾ എത്രത്തോളം മോശമായിട്ടുണ്ടോ അത്രത്തോളം ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. അതൊരു ഫാൻ ബോയ് മൂമെൻ്റ് ആണ് എൻ്റെ. പ്ലസ് പടത്തിലൊരു ഡയലോഗ് ഉണ്ട്, ഡാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് സാർ ഡൊമിനിക്കായിട്ട് പറയും. അപ്പോൾ ഇത് വേണമെന്ന് ഞാൻ ഭയങ്കര ഒരു ഡാൻസ് കാണാൻ വേണ്ടി ആർക്കും ഇഷ്ടമില്ലാത്ത സിനിമ എന്തെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അതേ ഉള്ളൂ. നമ്മളെല്ലാവരും ഡാൻസ് കളിക്കും. ഇപ്പോൾ നമുക്ക് ഈ കുറേ വർഷം മുമ്പ് ഒരു കഥ പറയാൻ വന്നിട്ടുണ്ടല്ലോ GVM. അപ്പോൾ നമുക്ക് ഇപ്പം നറേറ്റ് ചെയ്യാൻ ചെന്നപ്പോഴും അതെവിടെയെന്ന് ആദ്യം ചോദിച്ചെന്നാ കേട്ടെ. ശരിക്കും ആ ടൈമിൽ കേട്ട കഥ എന്തായിരുന്നു? ആ കഥ ഇതുപോലൊരു പോലീസ് ഓഫീസറുടെ കഥയാണ്. ഇതുപോലെ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. ഇതല്ല കഥ, അതൊരു സീരിയൽ കില്ലറിൻ്റെ കണ്ടുപിടിക്കേണ്ട ഒരു കഥയാണ്. നല്ല രസമുള്ള കഥയായിരുന്നു അത്. അന്നൊരു 10-20 വർഷമായി കാണും അല്ലേ? 2005, 20 വർഷം കൃത്യം. അന്ന് അതിനുമുമ്പ് എഴുതിയ കഥ കൊണ്ടുവന്ന കഥയാണ്. പുള്ളി പക്ഷേ കഥ പറഞ്ഞ് ഞാൻ കുറച്ച് ആവേശഭരിതനായിട്ടിരുന്ന് പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഇവിടെയാണ് പൊങ്ങുന്നത്. പക്ഷെ നല്ല കഥയാണ്. പക്ഷെ അത് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡ് അല്ല, ഇയാളെ സസ്പെൻഡഡാണ്. റിട്ടയറിങ് പോലീസ്. അന്നേ റിട്ടയർമെൻറ്റാണ് നമ്മൾ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി നടക്കുമോ? അതെങ്ങനെയാ, സാധ്യതയുണ്ടോ? ഇനിയിപ്പോൾ പുള്ളി അത് ഇനി ചകഞ്ഞെടുത്ത് വേറെ കഥകളുണ്ടല്ലോ, കഥയ്ക്കൊന്നും പഞ്ഞമില്ലല്ലോ. അതുകൊണ്ടാണ് ഈ തവണ പോയതേ തിരിച്ചു വിളിപ്പിച്ചത്. ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല പുള്ളിയെ. പുള്ളി പോയിട്ടുമില്ല. എൻ്റെ പുള്ളിയാണ് പോയത്. പുള്ളി പോയിട്ട് പുള്ളി തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു വിട്ടെങ്കിലല്ലേ ഞാൻ തിരിച്ചു വിളിക്കേണ്ടത്. കഥ കേട്ടോടെ പുള്ളി ബസ് കയറി എന്നാ പറഞ്ഞത്. നമുക്ക് അവിടെ പോയത് പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അപ്പൊ അത്രമാത്രം ഇഷ്ടപ്പെട്ടു കഥ എന്നാണ് മനസ്സിലായത്. അല്ല, കഥ നമുക്ക് ഇഷ്ടപ്പെടും. നമുക്ക് മാത്രമാണല്ലോ ഇഷ്ടപ്പെടുന്നത്. ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടം നമ്മൾ സിനിമ ആയതിനു ശേഷം അറിയുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഇമ്പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് ശരിയാവാൻ തെറ്റാവാം. GVM സർ, അധികമൊന്നും നമുക്കതിൽ ഉപയോഗിക്കാത്ത ഇന്നത്തെ കുറച്ച് ചെറിയ ചെറിയ എലമെൻറ്റ്സ് കൂടി സിനിമയുടെ അകത്തും പോസ്റ്ററിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കടയിലും കയറുമ്പോൾ കേൾക്കുന്നത് മമ്മൂക്കയുടെ ശബ്ദമാണ് പൈസ ക്രെഡിറ്റ് ആയതിനു ശേഷം. ആ നന്ദിയുണ്ട് എലമെൻ്റാണ് പോസ്റ്ററിലടക്കം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇതുവരെ അങ്ങനെ ആരും യൂസ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ പടത്തിനകത്തുണ്ട് മമ്മൂക്കയിൽ ഇതുവരെ സിനിമയിൽ കാണാത്തത്. ഈ എലമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് പിക്ക് ചെയ്തത്? എന്തൊക്കെ സ്ക്രിപ്റ്റിൽ കൊണ്ടുപോയി വെക്കണം? ആ ഐഡിയ എങ്ങനെയാണ് വന്നത്? കുറേ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ സാർ പറയുന്ന പോലെ നമ്മൾ കഥ പറഞ്ഞിട്ടും പ്ലസ് ഷൂട്ട് നടക്കുമ്പോൾ കുറേ നമ്മൾ സാറിൻ്റെ അടുത്ത് കുറേ വിഷയങ്ങൾ ചോദിക്കും. ഇനിയും കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ലൈനിൽ ഒരു മീറ്റർ നമ്മൾ ക്രോസ് ചെയ്യേണ്ട എന്ന് മൈൻഡിലുണ്ടായിരുന്നു. നമ്മൾ ഈ പടം കാണുമ്പോൾ ഒരു ഐ തിങ്ക് ദാറ്റ് ഇസ് എവറി ആക്ടേഴ്സ് വാട്ട് ആൻ ആക്ടർ ബ്രിങ്സ് ടു ടേബിൾ. നമ്മളൊരു 10-15 സെക്കൻഡ്സിൽ മമ്മൂക്ക മറന്നിട്ട് നമ്മൾ ഡൊമിനിക്കിൻ്റെ ഉള്ളിൽ പോകും. ദാറ്റ് വാസ് in that first scene itself, as I was directing him also, I felt that I forgot Mammootty sir and I started believing that this is Dominic, and now how am I going to treat Dominic? So pop culture reference ആയിട്ട് നമ്മൾ കുറേ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. ഈ വാപ്പച്ചീസ് ലെഗസിയും ഈ നാസയ്ക്ക് വേണ്ടി സോഫ്റ്റ്വെയറും അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഓൾറെഡി സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു. ഡയലോഗായിട്ട് റൈറ്റേഴ്സ് ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് കറക്ഷനൊക്കെ അത്യാവശ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് അവർ തരും. അത് നമുക്ക് നന്നാക്കാം അല്ലെങ്കിൽ ചീത്തയാക്കാം. നാസയൊക്കെ ഉണ്ടല്ലോ ഓൾറെഡി. നാസയുണ്ട് ഓൾറെഡി പടത്തിൽ. സോ അങ്ങനെ കുറേ ഡിസ്കസ് ചെയ്തിട്ട് വി തോട്ട് വിൽ കീപ്പ് എ ഫ്യൂ തിങ്സ് ആൻഡ് വിൽ കീപ്പ് ഇറ്റ് ഓൺ ദ മീറ്റർ ഓൾസോ. ഗൗതം സാർ, സാറിലേക്ക് ഈ സിനിമ എത്തിയത് മഞ്ജു വാര്യർ ത്രൂ ആണെന്ന് എല്ലാ ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമ കാണുന്നതിന് മുമ്പും മഞ്ജു ചേച്ചിയുടെ ഒരു ക്യാമിയോ ഇതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് സംഭവിച്ചില്ല. അപ്പം ഇനി മലയാളത്തിൽ 10 പടങ്ങൾ അല്ലെങ്കിൽ മമ്മൂക്കയ്ക്കൊപ്പം 10 പടങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും മഞ്ജു ചേച്ചി ആയിട്ടുള്ളൊരു സിനിമ ഉണ്ടാവോ? ഒപ്പം തന്നെ നമ്മൾ ഗൗതം സാറിൻ്റെ സിനിമകൾ പ്രണയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സാധനം. അപ്പം ഇതിൽ നോക്കിയപ്പം ഗോകുലിൻ്റെ ക്യാരക്ടറിൽ പ്രണയം ഉണ്ടാകുമെന്ന് വിചാരിച്ചു, അതും നടന്നില്ല. അപ്പം അടുത്തൊരു ലവ് സ്റ്റോറി മലയാളത്തിൽ ചെയ്യോ? അതിനകത്ത് ഹീറോയിൻ പ്രേമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല പടം കണ്ടിട്ട്. കണ്ടിരുന്ന സിനിമ അയാൾക്ക് ഇപ്പം എന്നോട് ഭയങ്കര ഇഷ്ടമുണ്ട്. മനസ്സിലായിട്ടില്ല. അത് പ്രണയമല്ലേ? മനസ്സിലായി. അത് പക്ഷേ പ്രായമായതുകൊണ്ടാണ്. അയ്യോ അങ്ങനെയല്ല. He was intrigued and distracted by Nandita and ഗോകുൽ ഒരു പട്ടീൻ്റെ മിസ്സിങ് കേസായിട്ട് പോയതാണ്, സാർ അയച്ചതാണ്. അപ്പോൾ ബട്ട് അതർവൈസ് സി എവറി ഡയറക്ടർ ഹാസ് എ ജേർണി, ഒരു വിഷൻ. വി മേ ബി റൈറ്റ്. ഞാൻ തനിയാവർദ്ധനം കണ്ടപ്പോൾ ഐ വോണ്ടഡ് ടു വർക്ക് വിത്ത് സർ. അത് എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജസ് ആയിരുന്നു എൻ്റെ കരിയറിൽ. ഈ റൈറ്റിംഗ് സ്റ്റേജസും അമരം ഇങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ എഴുതുന്ന ഒരു കഥ, ദിസ് ആക്ടർ would beautifully bring it to screen and it'll be an honor to work with him എന്ന് പറഞ്ഞിട്ട് ഒരു ജേർണി ആയിരുന്നു അത്, ഒരു മൈൻഡിൽ എവിടെയോ. ബട്ട് മലയാളം ഇറ്റ്സ് സ്റ്റിൽ എ ലിറ്റിൽ ഔട്ട് ഓഫ് മൈ റീച്ച്.
തമിഴിൽ സ്റ്റോറീസ്, തമിഴിൽ ആക്ടേഴ്സ്, അങ്ങനത്തെ ഒരു ഫ്ലോയിലായിരുന്നു. അപ്പോൾ ഞാൻ കഥ പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ എനിക്ക് വേട്ടയാട് വിളയാടും, പിന്നെ പച്ചക്കിളി മുൻചെറും, വാരണമായരും, അച്ഛൻ മരിച്ചപ്പോൾ വാരണമായത്തിൻ്റെ കഥ, അങ്ങനെ ഒരു ജേർണി ആയിരുന്നു. നോട്ട് ദറ്റ് ഐ ഡി വോണ്ട് ടു കം ബാക്ക്, ബട്ട് സംവെയർ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ, ആൻഡ് എസ്പെഷ്യലി സാർ പറഞ്ഞ പോലെ ഡൊമിനിക് വാസ് ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം, സാർ പറഞ്ഞപ്പോൾ സാർ ഹാസ് ഡൺ ടർബോ വെയർ ഈസ് ഡൺ എ ലോട്ട് മോർ ആക്ഷൻ ആൻഡ് ഓൾ ദാറ്റ്. റീസെൻ്റ്ലി ഐ എം സെയിങ് Kannur Squad also, but Dominic is very different within that space. Dominic is a loser. ഞാൻ ഫസ്റ്റ് സാറ് പറഞ്ഞത് he is a loser, he is a bum. പുള്ളിയുടെ കയ്യിൽ കാശില്ല, his wife is divorced from him, and ഈ ഒരു ഡിറ്റക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കുന്നത് ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്ന ഒരു കേസാണ്. So all that I liked as a character, and he also grabbed that. He said this character is nice. He can be in any story. The next story, whether it's a film or not, could be Dominic and the pen, Dominic and the person missing from the ship. I'm just saying, Madhuri's son, Vivek, who's gone missing 25 years ago, that could be the next story that he investigates. I'm just saying. So I liked it as a character, and I thought that should be in the film. And ആ ജേർണിയിൽ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഒരു 45 days ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് വന്ന ഫീലിംഗ്, എനി സ്ക്രിപ്റ്റ് ദറ്റ് ഐ ഹാവ്, ഐ ഷുഡ് ബ്രിങ് ഇറ്റ് ടു ഹിം. വെദർ സർ ലൈക്സ് ഇറ്റ് ഓർ നോട്ട്, ഐ ഷുഡ് ബ്രിങ് ഇറ്റ് ടു ഹിം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു 10 films more I want to work and learn being in the space of somebody like him എന്നാണ് പറഞ്ഞത്. അതാ എനിക്ക് എക്സാജറേറ്റ് ചെയ്തതാണ്, ഇവിടെ ഇത്തിരി അതിഭാവുകത്വം കലർത്തി പറഞ്ഞതാണ്. അത് നമ്മൾ ഞാൻ ശരിക്കും പറഞ്ഞതാണ് സർ, അവരാണ് എക്സാജറേറ്റ് ചെയ്ത് പിടിച്ചത്. ഞാനൊന്നും കൊണ്ടിട്ടില്ല, ഞാൻ പുള്ളി പറഞ്ഞപ്പോഴാണ് മനസ്സിലാകും. ആൻഡ് മഞ്ജു ഇൻട്രൊഡ്യൂസ് മീ ടു ഡോക്ടർ നീരജ്. അത് മഞ്ജു ആക്ട് ചെയ്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ നീരജ് ഒരു സ്റ്റോറി പറഞ്ഞു എൻ്റെ അടുത്ത്. ദാറ്റ് ഡിഡ്ന്റ് ടേക്ക് ഓഫ് ഇമ്മീഡിയറ്റ്ലി, ബട്ട് ഐ കെപ്റ്റ് ഇൻ ടച്ച് വിത്ത് ഡോക്ടർ നീരജ് ആൻഡ് ഐ കെപ്റ്റ് ആസ്കിങ് ഹിം വാട്ട് എൽസ് ഡു യു ഹാവ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഡൊമിനിക് ആൻഡ് ഒരു പേഴ്സിൻ്റെ ഒരു മിസ്സിംഗ് പേഴ്സ് അതെടുത്തിട്ട് ഒരു സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഐ ഗ്രാബ്ഡ് ഇറ്റ്. അത് അങ്ങനെയാണ് അത് നടന്നത്. വീണ്ടും 10 സിനിമയിലേക്ക് പോവുകയാണെങ്കിൽ ഈ 10 സിനിമയിൽ അടുത്ത ഒരെണ്ണം ഡൊമിനിക് പാർട്ട് 2 ആയിരിക്കുമോ? അല്ല, I think it's too early to talk about it. Also, I think sir has already moved on to 3 other films and still counting. So, if we come up with a great story, we'll try and impress him with that. So, yeah. നിങ്ങൾ ഈ 2-3 പേര് മാത്രമാണ് ഇത്രയും ആൾക്കാർ ഈ ചോദ്യം ചോദിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു 10, 35, 40 പേര് കാണും അല്ലേ? എൻ്റെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വരട്ടെ. കുറെ നാളായിട്ട് മമ്മൂക്കയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായിരുന്നു ആ ചോദ്യം? അതായത് മമ്മൂട്ടി കമ്പനി എന്ന ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വന്നതിന് ശേഷം ഓരോ സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലൊന്ന് വ്യത്യസ്തവുമാണ്, അതേപോലെ സിനിമ ആരാധകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ്. സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, മമ്മൂക്ക അഭിനയിക്കാത്ത അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ? അതെ അതെ പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, അതേപോലെ ഈ സിനിമ ബാക്കപ്പ് ചെയ്യാവുന്ന മമ്മൂക്ക തന്നെയാണ് വിളിച്ച് ഗൗതം സാറിനോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കപ്പ് ചെയ്യാൻ തോന്നിയ ആ ഒരു മൂവ്മെന്റ് എപ്പോഴായിരുന്നു? അല്ല, അതല്ല, നമ്മൾ സിനിമകൾ ചെയ്യുന്നു, പിന്നെ ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കേണ്ട കാര്യം ബുദ്ധിമുട്ടിക്കേണ്ട പുള്ളി. നമ്മൾ ഏതായാലും ഇവിടെ വീട്ടിൽ തുറന്നിരിപ്പുണ്ടല്ലോ, അപ്പോൾ നമുക്ക് തന്നെ ബിസിനസ് നടത്താം. അല്ലാതെ നമ്മുടെ ആ സിനിമ പിടിച്ചെടുത്തൊന്നുമില്ല. പുള്ളി ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവരേണ്ട സമയം വേണ്ട, നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. നമുക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മളില്ലാത്ത പടങ്ങളും ഉള്ള പടങ്ങളും ചെറിയ റോൾ അഭിനയിക്കുന്ന പടങ്ങളും ഒക്കെ വരും, നമ്മളെ കൊണ്ടാവുന്ന പോലെ വരും. അതേപോലെ ഇപ്പം സിനിമ ഇറങ്ങി ഇന്നലെ കുറേ റിവ്യൂസ് വന്നു. ഇപ്പോൾ റിവ്യൂസിലൊക്കെ എടുത്തു പറയുന്നത് മമ്മൂക്കയും ഗോകുലേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ സുരേഷേട്ടൻ്റെ മകനാണ്, പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടാണ്. ഇപ്പോൾ സിനിമയിൽ ഇൻസ്ക്രീൻ വരുമ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ നേരം? അവനോട് പോയില്ലേ, വന്നിട്ടില്ലേ? പുള്ളി ഖത്തറില്ല. അതിന് ഗോകുലിന് ആദ്യം നമ്മളിപ്പോൾ ഒരു അവൻ്റെ ഫാദറിൻ്റെ കൊളീഗാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിലി റെസ്പെക്റ്റ് ഉണ്ടാവും എന്നോട്. അത് സിനിമയെ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. ഇവൻ സെറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ സാർ കാണുമ്പോൾ എഴുന്നേക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, സാധാരണ നീ പെരുമാറുന്ന പോലെ പെരുമാറരുത് എന്നോട്. സിനിമയിൽ നമ്മൾ വല്ലേ ഒരു സീനിയറും അസിസ്റ്റൻറ്റും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുള്ളൂ. നീ എന്നെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടനെന്നോ മമ്മൂട്ടി സാറായിട്ടോ ഒന്നും കാണരുത്. അത് മാത്രമേ ഞാൻ അവനോട് പറഞ്ഞു. പക്ഷേ ഹീ പ്ലേഡ് വെരി വെൽ അല്ലേ? അത് നല്ല കോമ്പിനേഷനായിരുന്നു. ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിട്ടില്ല. അത് ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ശരിക്കും ഗൗതമന് നമ്മളോട് അഭിനയിക്കുമ്പോൾ. അത് ആ സിനിമയിലും ഉണ്ട്. അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റായത് ഗൗതമന്, അല്ല ഗോകുലിന്. ബൈക്ക് മാത്രം നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് ഓടിച്ചു, ബാക്കിൽ മമ്മൂക്കയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് പോകില്ല എന്ന് പറഞ്ഞു. അത് മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പുത്തൻ ബൈക്കാണ് മേടിച്ചു കൊടുത്തത്.
ഈ സിനിമയല്ല നിങ്ങൾ കണ്ട കഴിഞ്ഞ ഒരു 10 സിനിമകളിലും സിംഗ് സൗണ്ടാണ്. ഈ സിനിമയിൽ മാത്രമല്ല സിംഗ് സൗണ്ട്. പുള്ളി അത് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ സിനിമകളിലൊക്കെ സിംഗ് സൗണ്ട്. സിംഗ് സൗണ്ട് എന്ന് പറയുന്ന ഒരു വേറെ രീതിയൊന്നുമല്ല, ലോകത്തെല്ലായിടത്തും വളരെ പ്രചാരമായി കാലാകാലങ്ങളായിട്ടുള്ളതും നമ്മുടെ സിനിമകളിൽ ഈ ഡബ്ബിംഗ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പും സിംഗ് സൗണ്ടായിരുന്നു. അന്ന് മറ്റേ മിച്ചൽ ക്യാമറയൊക്കെ ഈ സൗണ്ട് ഇല്ലാത്ത ക്യാമറയാണ്. അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള വേറൊരു മെഷീനും കൂടെ ഉണ്ടാവും. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ സൗണ്ട് ഡയറക്ടറാണ് ആദ്യം സ്റ്റാർട്ട് പറയുന്നത്. അപ്പോൾ അത് പിന്നീടത് അതൊക്കെ ഒരു വലിയ കഥയാണ്. നിങ്ങൾക്ക് ഈ ഫോണിൽ സിനിമ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. ആരാ ഹലോ ഹലോ ഷൈൻ ഇവിടെ മമ്മൂട്ടി കമ്പനിയുടെ ലൈറ്റ് വരട്ടെ. ലൈറ്റ് എങ്കിലും അപ്പോഴേ ഷൈൻ വരുള്ളൂ. ലൈറ്റ് വന്നാലേ ഷൈൻ ചെയ്യും. അല്ലേ, അത് കറക്റ്റാണ്. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് ഇതിലേക്ക് ഒന്ന് കയറി പെടേണ്ട വരും ഞാൻ വിചാരിച്ചില്ല. മമ്മൂക്ക നേരത്തെ എത്തും. ഞാൻ തൃശ്ശൂരിൽ മമ്മൂക്ക കൊച്ചിയതാണ്. ഷൈന, ഈ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗമാണ് എന്നും. മമ്മൂക്കയുടെ എല്ലാ സിനിമയിലും ഇപ്പോൾ വരുന്നുണ്ട്. എല്ലാ സിനിമയിലും ഇല്ല. ഈ സിനിമയിൽ ഒരു സീനാണെങ്കിലും ഗംഭീരമായിട്ട് അത് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഓട്ടത്തിലാണെങ്കിലും ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഓടുന്നു. എല്ലാം മമ്മൂക്കായുമായിട്ട് ഇത്രയും അടുത്ത് നിൽക്കുന്നത് എങ്ങനെയാണ്? സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാലേട്ടൻ്റെ പടങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നതെങ്കിലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയുടെ പടങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ലാലേട്ടനോടുള്ള ഇഷ്ടം അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും മമ്മൂക്കാനെ കണ്ടതിന് ശേഷം മമ്മൂക്കാനോടാണ് കൂടുതൽ ഇഷ്ടം. കാണുന്നവരെ അതങ്ങനെ ആയിരുന്നില്ലെങ്കിലും കണ്ടതിന് ശേഷം ഓരോ പടം കഴിയും തോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്കറിയാലോ അതങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ മമ്മൂക്ക എപ്പോൾ വിളിച്ചാലും ഞാൻ റെഡിയാണ്. അത് മമ്മൂക്ക കമ്പനി ആണെങ്കിലും കമ്പനി അല്ലെങ്കിലും. നമുക്ക് ഈ അടുത്ത സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്തത് മമ്മൂക്ക ഒരു സിനിമയോട് കാണിച്ചൊരു സന്നദ്ധതയെ പറ്റിയാണ്. ഇപ്പം രേഖാചിത്രം എന്നുള്ളൊരു സിനിമ മമ്മൂക്ക എന്നൊരു നടൻ്റെ ഒരു യെസ് ഇല്ലെങ്കിൽ സംഭവിക്കുകയില്ലായിരുന്നു. കാരണം മമ്മൂക്ക തന്നെ ഭാഗമായിട്ടുള്ള വലിയൊരു സിനിമയുടെ ചുറ്റും ഒരു ക്രൈം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് അത്. എത്ര ആളുകളുടെ ഗുഡ് വില്ലിനെ ബാധിക്കാം. മമ്മൂക്ക തന്നെ അത് ചിലപ്പോൾ പ്രശ്നങ്ങളായി മാറിയേക്കാം, ക്രിയേറ്റീവ് സ്പേസ് ആണെങ്കിൽ പോലും. എന്നാൽ പോലും അതിനകത്ത് സിനിമയുടെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അവസാനം ഒരു ഡയലോഗ് പോലും അതിന് വേണ്ടി എയർപോർട്ടിലേക്ക് പോകുന്ന ചെറിയൊരു ഗ്യാപ്പിൽ ഡബ് ചെയ്ത് കൊടുത്ത് മമ്മൂക്ക എന്നുള്ള വിളിയെ മമ്മൂട്ടി ചേട്ടൻ എന്ന് ട്രാൻസ്ഫോം ചെയ്ത് മാറ്റി. ഇപ്പോഴും മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ സിനിമാഗ്രഹത്തിന് വേണ്ടി കാണിക്കുന്ന സന്നദ്ധത, ആ ചിന്ത, ആ ഒരു ആഗ്രഹം അതെവിടെ നിന്ന് വരുന്നു? അത് ആ സിനിമയുടെ കഥയിൽ, സത്യസന്ധമായ കഥയിൽ ഞാനുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ ആ സിനിമയാവില്ല. ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്നതൊക്കെ എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ്. മമ്മൂട്ടി ചേട്ടാന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയത് ഞാൻ പറഞ്ഞില്ല, അന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കഥ. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും നമ്മളില്ലെങ്കിൽ പിന്നെ അവർക്കത് എടുക്കാൻ പറ്റാതെ വളരെ ബ്രില്യൻ തോട്ടാണ്. അങ്ങനെ ഇല്ലാത്ത, അതായത് ഈ പാരലൽ ഹിസ്റ്ററിയിൽ നമുക്ക് സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണ്ടേ, അത്രേ ചെയ്തിട്ടുള്ളൂ. ഞാൻ കുറച്ച് കോൺഷ്യസ് ആവും. ഞാൻ അങ്ങനെ മലയാളത്തിൽ വീട്ടിൽ നിന്ന് മലയാളം സംസാരിക്കില്ല, അതുകൊണ്ട് കുറച്ച് കോൺഷ്യസ് ആണ്. പക്ഷേ ഡയലോഗ് ഒന്നും പറയാൻ ബുദ്ധിമുട്ടില്ല. പുള്ളി സ്വന്തമായിട്ട് ഭാഷ ഉണ്ടാക്കി സംസാരിക്കുമ്പോഴും നമ്മളോട് സെറ്റിൽ സംസാരിക്കുമ്പോഴും നല്ല പച്ച മലയാളം പറയുന്നത്. നിങ്ങൾ ഇത്രയും പേര് മുഴുവൻ ഭയങ്കര മലയാളിക്കാരാണെന്ന് വിചാരിച്ച് പഠിച്ചിട്ടാണ്. ഞാൻ സാറിൻ്റെ അടുത്ത് ഡയലോഗ്സ് ഒക്കെ സ്പോട്ടിൽ മലയാളത്തിലാണ് പറഞ്ഞത്. ആൻഡ് ബസൂക്കയിൽ എനിക്കൊരു നല്ല എക്സ്പീരിയൻസ്. അതിന് മുമ്പ് ഞാൻ ട്രാൻസ് ചെയ്തിട്ടുണ്ട്, അതും ലൈഫ് സൗണ്ട് ആയിരുന്നു, സിംഗ് സൗണ്ട് ആയിരുന്നു. ഇതിൽ സാറിൻ്റെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു നെർവസ് ഉണ്ടായിരുന്നു. പക്ഷേ സാറ് ഇത് നോ പ്രോബ്ലം, ഡു ഇറ്റ് ലൈക്ക് ദിസ്. ആൻഡ് ഈ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഒബ്ജക്ട്സിൻ്റെ സൗണ്ട്സ് വരാൻ പാടില്ല, അങ്ങനെ ഒരു ചെറിയൊരു അഡ്വൈസ് സാറ് ഫസ്റ്റ് തന്നെ എനിക്ക് കൊടുത്തു. ആൻഡ് ഇറ്റ് വാസ് ഈസി ടു ആക്ട് വിത്ത് സാർ. ആൻഡ് ഡയലോഗ്സ് കൊടുത്താൽ ഞാൻ ഏത് ലാംഗ്വേജിലും ഞാൻ പറയും, അത് കുഴപ്പമില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ട് സിംഗ് സൗണ്ട് ചെയ്യുന്നൊരു പടം കണ്ടുകൊണ്ടേൻ എന്ന് പറയുന്ന തമിഴ് പടമാണ്. പക്ഷെ അതിനകത്ത് മുഴുവനായിട്ടില്ല, ഒരു 40% ഉണ്ട്. ആ സിംഗ് സൗണ്ടിൻ്റെ സൗണ്ടാണ് സിനിമയിലുള്ളത്, പല നല്ല സീനുകളും. അതാണ് അതിൻ്റെ ഗുണവും. നമുക്ക്
ഇവിടെ കഴിഞ്ഞ ഒരു 2 വർഷത്തെ എല്ലാ മെഗാ റൗണ്ട് ടേബിളുകളിലും എല്ലാ സിനിമാ ചർച്ചകളിലും എല്ലാവരും നോക്കുന്നത് മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഫിലിമോഗ്രഫി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. ശരിക്കും ഇന്ത്യ മൊത്തം ഇത്രയും ചർച്ച ചെയ്യുമ്പോൾ ശരിക്കും എന്താ മമ്മൂക്കയ്ക്ക് കിട്ടുന്ന ഒരു പേഴ്സണൽ മോട്ടിവേഷൻ ഉണ്ടല്ലോ, ഇനിയും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള ഈ ചർച്ചകളൊക്കെ മമ്മൂക്ക എത്രത്തോളം അറിഞ്ഞിരുന്നു എന്നുള്ളതൊന്നും അറിഞ്ഞില്ല. ചർച്ചകൾ അവിടെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ഇനി എന്ത് ചെയ്യണം, എത്ര നമുക്ക് നമ്മുടെ വലിയ ഉത്തരവാദിത്വമല്ലേ. ആളുകൾ അവിടെ ഇന്ത്യ കുറഞ്ഞപക്ഷം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്നു, ഇന്ത്യയിൽ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയും നമ്മൾ കുറച്ചുകൂടെ മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. വിജയബാബു, ഈ നീന എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോർപ്പറേറ്റ് ലുക്കുള്ള ഒരാൾ വേണം, അതുകൊണ്ട് നായകനാക്കാമെന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റോൾ ചെയ്യുമ്പോൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്രീഫ് ഈ റോളിന് വേണ്ടിയിട്ട്? ഹലോ, കോൾ വന്നത് മമ്മൂട്ടി കമ്പനിയിൽ നിന്നാണ്. ബിക്കോസ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കോളാണ്. പിന്നെ അത് ഗൗതം മേനോൻ ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ ക്യാരക്ടർ ചോദിച്ചിട്ടല്ല പോയത്. ആക്ച്വലി ഞാൻ ചെന്ന് ഇരുന്ന ദിവസം കാരവണിൽ വെച്ചാണ് ബ്രീഫ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് ക്യാരക്ടർ അറിയാവുന്നത്. ബിക്കോസ് ഐ നോ ഗൗതം സർ പേഴ്സണലി ബിഫോർ, ബട്ട് നോട്ട് വർക്ക് ടുഗെദർ. അപ്പോൾ അന്ന് കാരവണി വെച്ചാണ് ക്യാരക്ടർ പറയുന്നത്. അപ്പോൾ തന്നെ അതിലേക്ക്, അല്ലാതെ ക്യാരക്ടർ കേട്ട് മനസ്സിലാക്കി പോയ ഒരു കോളല്ല അത്. ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹലോ, താനാണ് ആ കുട്ടി അല്ലല്ലോ? ഹലോ മമ്മുക്ക, ഇവിടെ 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 ഇൻസെപ്ഷൻ എന്ന മൂവിയിൽ എൻ്റെ ക്ലൈമാക്സ് സീനിൽ മൈക്കിൾ കെയ്ൻ എന്ന ആക്ടർ ക്രിസ്റ്റഫർ നോളനോട് ചോദിച്ചു, ഈ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ റിയൽ ആണോ അതോ ഡ്രീം ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞു, ഇത് നിങ്ങൾ അഭിനയിച്ച സീനെല്ലാം റിയലാണ് മിസ്റ്റർ മൈക്കിൾ കെയ്ൻ എന്ന് ചോദിച്ചു. അതേപോലെ മമ്മൂക്ക അഭിനയിച്ച ലിജോ ജോസ് പല്ലിശ്ശേരി ചിത്രത്തിൽ നൻപകൽ നേരത്തെ മയക്കം, അതിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഒരു ഡ്രാമ കളിച്ചാന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, കൂടാതെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറയുന്ന വിഭാഗമുണ്ട്, കൂടാതെ തമിഴൻ്റെ ആത്മാവ് കയറി കൂടിയതാണെന്നൊരു വിഭാഗം പറയുന്നുണ്ട്. അതല്ലാതെ വേറെയും പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. ഇതിൽ മമ്മൂക്ക എന്നൊരു സിനിമാ പ്രേമി ആ സിനിമ കണ്ടതിന് ശേഷം ലിജോയോട് ചോദിച്ചിട്ടുണ്ടോ, ഇതിൽ ഏതാണ് ലിജോ എൻ്റെ ട്രാക്ക്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ട്രാക്ക് ഏതാണെന്ന് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടില്ല. ലിജോ സാറ് ഒരു ഉത്തരം ഓഡിയൻസിന് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് മമ്മൂക്കടി ചോദിക്കേണ്ടി വന്നത്. നിങ്ങളോട് പറഞ്ഞില്ലേ, പുള്ളി എന്നോട് പറയൂ, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. അതങ്ങനെ ഒരു സിനിമയായിട്ട് തന്നെ കാണണം. നമ്മളെ ഒരു എന്താ പറയുക, ആ സിനിമ മലയാള സിനിമയ്ക്കൊരു മുതൽക്കൂട്ടായിട്ടുള്ള സിനിമയാണ്. ഇങ്ങനെയുള്ള സിനിമ മലയാളത്തിൽ മാത്രമേ വരൂ. ഇവിടെ ക്രിസ്റ്റഫർ നോളനൊന്നും ഇല്ലല്ലോ. നമ്മുടെ ആൾക്കാർ ചെറിയ ചെറിയ പാവങ്ങളല്ലേ. എന്നാലും മമ്മൂക്ക പ്രൊഡ്യൂസർ കൂടിയാണല്ലോ, അപ്പോൾ മമ്മൂക്ക ഓൾറെഡി ഒരു സംശയം ചോദിക്കുമല്ലോ. സത്യം പറയാൻ ഞാൻ ചോദിച്ചില്ല. താങ്ക് യു മമ്മൂക്ക. ഗൗതം സാർ, ഞാൻ എൻജോയ് ചെയ്ത മൊമെൻറ്റ്. അതിനകത്തുണ്ടല്ലോ. അല്ല, അത് ഫസ്റ്റ് ഞാൻ ഈ പ്രോപ്പറായിട്ട് ആക്ടിങ് വരുന്ന മുമ്പ് ഞാൻ ചെറിയൊരു എന്തെങ്കിലും ഒരു ഹീറോയുടെ പിന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യും. അതൊരു സെലിബ്രേഷനായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പടത്തിൽ നോക്കിയാൽ സാർ ഇങ്ങനെ ഒരു സ്ലോ മോഷൻ ഷോട്ടിൽ നടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ കാർഡ് അവിടെ വേണമെന്ന് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടതാണ്. അതാണ് എൻ്റെ സെലിബ്രേഷൻ മൊമെൻറ്റ്. ദാറ്റ് മമ്മൂട്ടി സാർ ഇസ് വാക്കിംഗ് ഇൻ ടു മൈ ലൈഫ്. അതാണ്. ഗൗതം സാർ, മമ്മൂക്കയുടെ ആക്ടിങ്ങിനെ പറ്റിയിട്ട് മാജിക്കലാണ്, അൺപ്രഡിക്റ്റബിൾ ആണെന്നൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം മമ്മൂക്കയിൽ കണ്ട ഏറ്റവും മാജിക്കലായിട്ടുള്ള ഒരു മൊമെൻറ്റ് ഏതായിരിക്കും? കുറേ ഉണ്ട് പടത്തിൽ, 100% കുറേ ഉണ്ട്. ആൻഡ് എവറി മൊമെൻറ്റ് ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്തും പറയും. ഞാൻ ഇങ്ങനെ കോൺഷ്യസ്ലി ഞാൻ കുറേ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ബിക്കോസ് എന്ത് എക്സ്പ്രസ് ചെയ്താലും സാർ സൂപ്പർ ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ സാർ ജസ്റ്റ് ചിരിച്ചിട്ട് പോകും, അത്രേ ഉള്ളൂ.
So I kept all that to myself and we discussed extensively. ഈ സാറ് ചെയ്തത് നമ്മൾ എഴുതാൻ പറ്റില്ല, ഇത് നമ്മൾ ഡയലോഗായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് സ്ക്രീൻ പ്ലേ ആയിട്ട് നമ്മൾ ഉള്ളിൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്യും നമ്മൾ അത് നമുക്ക് ഒരു എക്സ്പെക്റ്റ് ചെയ്യാനേ പറ്റില്ല. ഒരു ചെറിയ എക്സാമ്പിൾ, അത് കണ്ടില്ലേ പോലീസ് അടിയും ലോക്കും, അത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സപ്പോർട്ടിങ് ആക്ടായിട്ട് ഞാൻ ചെയ്യുമ്പോൾ കണ്ടില്ലേ പോലീസ് അടിയും ലോക്കും, ഞാൻ അങ്ങനെ ചെയ്തിരിക്കും. സാർ ചെയ്തത് അത് വേറെ. നിങ്ങൾ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത്. കണ്ടില്ലേ ആ പോലീസ് അടിയും ആ ലോക്കും അങ്ങനെ ഫോർവേഡ് വന്നിട്ട്, ഐ തിങ്ക് വിനീത് സർ വിൽ അണ്ടർസ്റ്റാൻഡ് ഐ എം ടോക്കിംഗ് അബൌട്ട്. അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. സോ ഐ എൻജോയ്ഡ് എവറി മൂമെൻറ്റ്. ഐ ലുക്ക് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഡേ ഷൂട്ട്. ഐ ഡോണ്ട് വോണ്ട് ടു ലെറ്റ് ഹിം ഗോ ഇൻ 45 days ആക്ച്വലി. യാ. അത് എത്രയോ വർഷമായിട്ട് ഞാൻ വന്ന സമയം മുതൽ അനുഭവിക്കുന്നതാണ്. സോ അത് ഇറ്റ്സ് എ വെരി വെരി ഇത് ഇത്ര ഉള്ളപ്പോൾ ഉണ്ട് നമ്മളോട്. ഞാൻ പറഞ്ഞു വന്നിട്ടില്ല. അത് അതായത് മെസ്മറൈസ്ഡ് ആയിട്ട് ഓരോ പ്രാവശ്യവും. അത് ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെയുള്ള എല്ലാ ആക്ടേഴ്സും ഇത് തന്നെയാണ് ഷെയർ ചെയ്യുക. ഈ പടത്തിലും അതേപോലെ. ഇപ്പം ഞാൻ ബാവൂട്ടി ചെയ്യുമ്പോഴും മമ്മൂക്കയുടെ ഒരു പ്രിപ്പറേഷൻ, അദ്ദേഹം ആ ക്യാരക്ടറായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്, അതിനങ്ങനെ ഒരു ദിസ് ഇസ് മൈ ഹംബിൾ ഒബ്സർവേഷൻ. അപ്പം ആസ് എൻ ആക്ടർ ജസ്റ്റ് വളരെ നാച്ചുറലായിട്ട് അദ്ദേഹം അത് കൊണ്ടുവരുന്നു ആ പെർഫോമൻസിൽ. അത് ഈ പടത്തിലും എനിക്ക് ഇൻറ്റൻസായ 2-3 സീക്വൻസസ് ഉണ്ട്. അത് വളരെ എൻജോയ് ചെയ്തിട്ട് ഞാൻ മോർ ദെൻ ആ സീൻ ഐ വാസ് എൻജോയിങ് മമ്മൂക്കാസ് പെർഫോമൻസ് ആൻഡ് ലേണിംഗ് ഫ്രം ദാറ്റ്. ലൈക്ക് ഹൗ ഗൗതം സർ സെഡ്, ആ ഇൻ്റർപ്രിറ്റേഷൻസ് ഒക്കെ സ്പാർക്സ് ഓഫ് ബ്രില്യൻസ് ദാറ്റ് ഓൾ ആക്ടേഴ്സ് ഷുഡ് അബ്സോർബ്. അത് ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡയലോഗ് റെൻഡിഷൻ ആയാലും അതിലെ ബോഡി ലാംഗ്വേജ് ആയാലും ആ ക്യാരക്ടർ അത്. ആൻഡ് വെൻ ഇൻ ദ ഹോൾ വെൻ യു സീ ദറ്റ് ഫിലിം, ദാറ്റ് ഇസ് വെൻ യു ജസ്റ്റ് ആ ക്യാരക്ടർ ഡൊമിനിക്കിൻ്റെ കൂടെ യു ജസ്റ്റ് ട്രാവൽ വിത്ത് ഓൾ ദീസ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. ദാറ്റ് ഇസ് ദ പവർ ഓഫ് മമ്മൂക്ക. സോ അത് ഒരു ഭാഗ്യമാണ്. അത് ആക്ച്വലി നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് അങ്ങനെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ കഴിയുക, അദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്യുക. സോ ഡെഫിനറ്റ്ലി താങ്ക്സ് ടു ഓൾമൈറ്റി, അങ്ങനെ ഒരു ബ്ലെസ്സിങ്. തള്ളുകാരനാണ്. ഡൊമിനിക്കായിട്ട് ക്യാരക്ടറായിട്ട് അങ്ങനെ കൊണ്ടു നടക്കുന്നത് ഒബ്സർവ് ചെയ്യുന്നത് എത്രമാത്രം ഫണ്ണായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല ആക്ച്വലി. എനിക്ക് ഭയങ്കര ലവബിൾ ആയിട്ടാണ് തോന്നിയത്. ബിക്കോസ് അത് ആ ഇന്നസെൻസ് ആണ് ആ ക്യാരക്ടറിൻ്റെ ഒരു ബ്യൂട്ടി. അദ്ദേഹം ഗോകുലുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് ആയാലും മിസ്സസ് മാധുരി, വിജി മാം ചെയ്ത ക്യാരക്ടേഴ്സ്, ദാറ്റ് സിംപ്ലിസിറ്റി ഓഫ് ദറ്റ് ക്യാരക്ടർ, ദാറ്റ് ഇസ് വാട്ട് അട്രാക്ട്സ് യു. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വാസ് പൊങ്ങച്ചം ആക്ച്വലി, ബിക്കോസ് ഹീ ഈസ് വെരി ഓണസ്റ്റ്. ആൻഡ് ആ ഓണസ്റ്റിയാണ് ആ ഒരു അഡോറബിളായിട്ട് റേഡിയേറ്റ് ചെയ്യുന്നതാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലായത്. ഗൗതം സാർ പണ്ട് ഈ കബാലിയുടെ ടൈമിൽ രജനീകാന്തൻ സാറിന് ഒരു പ്രൊജക്റ്റ് പിച്ച് ചെയ്തിരുന്നു കേട്ടിട്ടുണ്ട്, ഒരു ഡോക്ടറായിട്ട്. ആക്ഷനൊന്നും ഇല്ലാതെ കംപ്ലീറ്റ്ലി ഡോക്ടറായിട്ടൊരു സ്ക്രിപ്റ്റ്. അത് പിന്നെ അദ്ദേഹമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഞാൻ അമിതാഭ് സാറായിട്ടോ അല്ലെങ്കിൽ ആ സ്റ്റേച്ചറിലുള്ള വേറെ ഏതെങ്കിലും ആക്ടറായിട്ട് മമ്മൂക്ക സാറൊക്കെ ആയിട്ട് ചെയ്യുന്നതെന്ന് വേഗമായി പറഞ്ഞിരുന്നു. ആക്ച്വലി ആ സ്ക്രിപ്റ്റ് ഇപ്പോഴും ഉണ്ടോ? എല്ലാ സ്ക്രിപ്റ്റും ഉണ്ട്, യെസ്. പക്ഷേ ഐ തിങ്ക് ഐ ബിലീവ് ഇൻ ഡെസ്റ്റിനി, ഐ ബിലീവ് ഇൻ ടൈം. നമ്മൾ യു ഹാവ് ടു ബി ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. അപ്പോൾ അത് നടക്കും. സോ ഇറ്റ്സ് ഓൾ ദെയർ ആൻഡ് അറ്റ് സം പോയിന്റ് ഇറ്റ് വിൽ ഫൈൻഡ് ഇറ്റ്സ് ലൈറ്റ്, ഇറ്റ് വിൽ ഫൈൻഡ് ഇറ്റ്സ് സ്പേസ്. നായികയുടെ അടുത്താണ് മമ്മൂക്കായുമായിട്ട് ഡയലോഗ് പറയുമ്പം പല ആളുകൾക്കും ഭയമുണ്ട്. പക്ഷെ മമ്മൂക്കായുമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ ആ സമയം എങ്ങനെയായിരുന്നു ഓർത്തെടുക്കാമോ? ஃபர்ஸ்ட் ஆஃப் ஆல் நீங்கள் சொன்ன மாதிரி டைலாக் சொல்கிறதுக்கே எனக்கு ரொம்பவே பயமாக இருந்தது. சார் கூட ப்ராக்டிஸ் பண்ணி அதுக்கப்புறம் மம்முக்கா சார் கூட பண்ணுற மாதிரி இருந்தது. பட் இந்த லாஸ்ட் ഈ കുട്ടി തെറ്റിച്ചിട്ടൊരു ഷോട്ടുണ്ട് റീടേക്ക് പോയിട്ടില്ല, ഞാനായിട്ട് തെറ്റിച്ചിട്ടുണ്ട്. ஸோ யா நான் கொஞ்சம் நிதானமாக பண்ணிகிட்டு இருந்தேன். ஸோ பட் அந்த ஃபைட்டர்ஸ் எல்லாமே லைக் கொஞ்சம் ஃபியர்ஸாக வேணும் அந்த மாதிரி சொன்னப்போ எனக்கு ரொம்பவே பயமாக இருந்தது. நான் எப்படி அவங்கள அப்படி இது பண்ண முடியும்னு சொல்லிட்டு. ஸோ சார் என்ன கொஞ்சம் காமாக அந்த ஸ்பேஸில் நீ பண்ணு பரவாயில்ல பார்த்துக்கலான்னு சொல்லி பண்ணாங்க. ஜோக் கூட பண்ணாங்க, அடிச்சது ரொம்பவே வலிக்குதுன்னு சொல்லிட்டு ஜோக் எல்லாம் பண்ணாங்க. திருப்பி ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
സ്റ്റോറി കണ്ടിന്യൂസ്. എനിക്ക് തോന്നുന്നു ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞപ്പോൾ സർ ഐ തിങ്ക് ടുക്ക് സം 5 minutes ടു റെസ്പോണ്ട് ടു ദ ക്ലൈമാക്സ്. ആൻഡ് ദെൻ ഒരു ചെറിയ 2-3 ഡൗട്ട് ചോദിച്ചു, ഇതെങ്ങനെയാണ് അതെങ്ങനെയാന്ന് 2-3 കണക്ഷൻ സീൻസ് ആയിട്ട് ഡൗട്ട് ചോദിച്ചു. ആൻഡ് ദെൻ ഹി സെഡ് ഐ ലൈക്ക് ഇറ്റ്, വിൽ ഡു ഇറ്റ്, ഇതാണ്. ആൻഡ് ദെൻ വി ലെഫ്റ്റ് ദറ്റ് മീറ്റിംഗ്. നെക്സ്റ്റ് ഡേ ഹി സെഡ് ഐ എം പ്രൊഡ്യൂസിങ് ദ ഫിലിം, വി ഹാവ് ടു സ്റ്റാർട്ട് ഇമീഡിയറ്റ്ലി. സോ ആൻഡ് ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഓൾമോസ്റ്റ് 3/4 പടം ഷൂട്ട് ചെയ്തിട്ടാണ് ഈ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത്. ലാസ്റ്റ് അല്ല, ഓൾമോസ്റ്റ് ഒരു മിഡിൽ 3/4 ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ കുറേ ഡിസ്കഷൻസ് നമ്മൾ എടുത്തു, ഇതാണോ നമ്മൾ പോകേണ്ടത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് നമ്മൾ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ സാറ് ലെറ്റ്സ് ഗോ വിത്ത് ദിസ്, എല്ലാം സാറിന് മുമ്പിൽ നമ്മൾ സീനായിട്ട് പറഞ്ഞപ്പോൾ വിൽ ഗോ വിത്ത് ദിസ്, ഐ വിൽ ഗോ വിത്ത് യുവർ കൺവിക്ഷൻ എന്ന് പറഞ്ഞു. ആൻഡ് വി ഡിഡ് ഇറ്റ്. ഇപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഒരു സ്പോയിലർ ആയിരിക്കും, പക്ഷേ ആ സീൻ ബിറ്റ്വീൻ ദ ടു ഓഫ് ദെം വാസ് ഹാൻഡിൽ സോ ബ്യൂട്ടിഫുള്ളി ബൈ ബോത്ത് ദി ആക്ടേഴ്സ്. സാറിൻ്റെ ഒരു ലൈൻ ഉണ്ട്, ഒരു വാട്ട് എവർ ഇറ്റ്സ് എ വുമൺ, ആൻഡ് സാറിൻ്റെ പെർഫോമൻസിൽ ആ ഡൊമിനിക്കായിട്ട് ചെയ്ത ഒരു പെർഫോമൻസിൽ ഒരു ലൈൻ ഉണ്ട്, ആ ലൈന് നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന്. ഒരു വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ഇസ് നോട്ട് അലൗഡിൻ്റെ ഒരു തോട്ട് മൈൻഡിൽ വെച്ചിട്ടാണ്, ബട്ട് ഈ ഷുഡ് ഓൾസോ സർവൈവ്. This is a spoiler. I don't want to talk about it, but since you asked me, I thought I must say it. He played it so convincingly. വടക്കം വീരാത 89 ഇറങ്ങിയ പടമല്ലേ. പിന്നെ അതിനെപ്പറ്റി ഇപ്പം എന്ത് ചോദിക്കാൻ? അത് പറ്റിയതൊക്കെ പറ്റി, കണ്ടു നോക്കുക, അതിനെപ്പറ്റി ഞാനെന്ത് പറയാനാ. പക്ഷേ കാണാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ, അല്ല സിനിമയിൽ തിയേറ്ററിൽ കാണാത്തവർക്ക് ചിലപ്പോൾ ഒരു പറയാനൊക്കില്ല, ഇവിടെ കുറേ എണ്ണം ഇറങ്ങി പോകണ്ടല്ലോ. ഓക്കെ, താങ്ക്സ് ഫോർ കമ്മിങ്. കുറേ ഉണ്ട്, ലവ് സ്റ്റോറീസ് കുറേ ഉണ്ട്. ലെറ്റ്സ് സീ. Okay, thank you for coming.